VP ശ്രീ പത്മനാഭനിലേക്ക് പോവുകയാണ്. ശ്രീ പത്മനാഭൻ, നവീൻ ബാബുവിന്റെ മരണം CBIക്ക് ശുപാർശ നൽകുകയാണ് സംസ്ഥാന സർക്കാർ. തികച്ചും സ്വാഗതാർഹം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ CPM പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് അവർ പ്രതിരോധിക്കുമ്പോൾ തന്നെ തുടക്കം മുതൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഈ കേസിൽ ബോധപൂർവം വരുത്തിയിട്ടുണ്ട്. അത് അവർക്ക് എത്രത്തോളം തുണയാകും CBI വന്നാലും എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദേഹം ദഹിപ്പിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക അസാധ്യമാണ്. നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ CBIക്കും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതായത് വളരെ പരിമിതമായി CBI അന്വേഷണത്തെ ചുരുക്കുന്നു ഇവരുടെ ബോധപൂർവമായ നേരത്തെയുള്ള പ്രവൃത്തികളിലൂടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ ശ്രീ പത്മനാഭൻ? അതോടൊപ്പം ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നതിനെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കണ്ണൂരിൽ ഉള്ള ചില ആളുകളുമായി സംസാരിച്ചു. അപ്പൊ അവര് പറയുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഈ നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമല്ല എന്ന് തീർത്ത് പറയാൻ ആർക്കും സാധിക്കാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP സുഭാഷ് ബാബു സാർ ഇവിടെ പറഞ്ഞു. ഒന്ന്, പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടത്. രണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥൻ CPMന്റെ മുനിസിപ്പൽ കൗൺസിലർ ആയത്. പിന്നെ അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റു വല്ല മുറിവുകളും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് കണ്ടിട്ടില്ല. മറ്റൊരു സംഗതി, ഭാര്യയെ വിളിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി കയറാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഫോൺ ചെയ്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതിനുശേഷം തിരിച്ചു വീട്ടിൽ പോയിട്ട് അദ്ദേഹം താമസ സ്ഥലത്ത് പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി കയറാൻ വന്ന ഒരാൾ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം. പിന്നെ ഈ പെട്രോൾ പമ്പുമായിട്ടുള്ള ആ പെട്രോൾ പമ്പ് ആവശ്യപ്പെട്ട വ്യക്തിയുടെ സാമ്പത്തിക ചുറ്റുപാട്, ആ വ്യക്തിക്ക് ഈ പോസ്റ്റ്മോർട്ടം നടന്ന ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം, ഇത് രണ്ടും ഉണ്ടല്ലോ. ആർക്ക് വേണ്ടിയാണോ ഈ പെട്രോൾ പമ്പ് ആവശ്യപ്പെട്ടത്, ആ വ്യക്തിക്ക് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഹോസ്പിറ്റലായി ബന്ധമുണ്ട്. മാത്രമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടുകാര് അവിടെ നിന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അവിടെ കൊണ്ടുപോകേണ്ട ഒരാവശ്യവും സർക്കാരിനില്ല. കാരണം ഒരു ജില്ലയിലെ കലക്ടർ കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറയാണ്, അവരുടെ ആ മൃതശരീരം ഇന്ന സ്ഥലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന സ്ഥലത്ത് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടില്ല, ഇന്ന സ്ഥലത്ത് ചെയ്യണ്ട എന്നേ പറഞ്ഞിട്ട്. അപ്പൊ മറ്റു പല സ്ഥലങ്ങളുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാം, പല സ്ഥലത്ത് കൊണ്ടുപോകാം. അപ്പോ അത് തയ്യാറാവാതെ അങ്ങനെ ചെയ്ത കാര്യം, ആ വാശി, ഇതൊക്കെ ദുരൂഹമാണ്. മറ്റൊരു കാര്യം, ഈ കലക്ടറുമായി ബന്ധപ്പെട്ട് എനിക്ക് ഗുരുതരമായ ആരോപണം തന്നെയുണ്ട്. കാരണം ഒരു ജില്ലയുടെ കലക്ടർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്റെ ഒരു യാത്രയയപ്പ ചടങ്ങിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത ചടങ്ങ്, ആ ചടങ്ങിലേക്ക് ഒരു മന്ത്രിയാണ് കയറി വന്നതെങ്കിൽ മനസ്സിലാക്കാം. കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി വന്നിട്ട് അനാവശ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല, നിങ്ങൾ വന്നത് തന്നെ ശരിയല്ല, ഇനി വന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം, അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒന്നും ഈ IAS ഇല്ലെങ്കിൽ ഒന്നുകിൽ അയാൾ ആ പണിക്ക് കൊള്ളാത്ത ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ IAS സംവിധാനത്തിൽ കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പം കാരണം പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് മന്ത്രിയാണെങ്കിൽ ഓക്കെ, ഒരു ലോക്സഭാ അംഗമാണെങ്കിൽ ഓക്കെ, ഒരു MLA അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ആണ് പറഞ്ഞെങ്കിൽ കലക്ടർക്ക് തീർച്ചയായിട്ടും പറയാം, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറയാം. ഒന്നും പറഞ്ഞില്ല, അയാൾ കൈയും കെട്ടി മിണ്ടാതിരുന്നതാണ്. മിണ്ടാതിരിക്കുക മാത്രമല്ലായിരുന്നു ശ്രീ പത്മനാഭൻ, ഊറിയ ഒരു ചിരി, വളരെ ഗൂഢമായ ഒരു ചിരി കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ PP ദിവ്യ നടത്തുന്ന പ്രസംഗം മുഴുവൻ ആസ്വദിക്കുകയായിരുന്നു. അത് എല്ലാവരുടെയും വിഷ്വൽസിൽ ഉള്ളതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങോരെ ഈ കേസിൽ പ്രതിയാക്കേണ്ടി വരും. കാരണം ഈ അബറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സഹായിച്ചു കൊടുക്കുക, ഒരു കുറ്റകൃത്യം ചെയ്യാൻ സഹായിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അങ്ങോരെ ഈ കേസിൽ പ്രതിയാക്കേണ്ടി വരും.
അപ്പൊ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച എല്ലാ സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും അന്വേഷണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ആ രണ്ട് സ്ഥലത്തും ഇവരുടെ കേസ് വേണ്ട രീതിയിൽ മുതിർന്ന അഭിഭാഷകന്മാരെ വെച്ച് ഇവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു ADM ആണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, ഒരു ജില്ലയിലെ രണ്ടാമത്തെ ആളാണ്. അതിന്റെ പിന്നിൽ ഒരു പെട്രോൾ പമ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. സർവോപരി എല്ലാത്തിനും ഉപരിയായി ഇത് കണ്ണൂരാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ എവിടെ സംഭവിച്ചാലും പ്രശ്നമില്ല, കണ്ണൂരാണ് സംഭവിച്ചത്. കാരണം കണ്ണൂരിന്റെ ചരിത്രം അറിയാലോ. കണ്ണൂരിന്റെ ചരിത്രം വളരെ ഇത്തരത്തിലുള്ള വളരെ ദുഃഖകരമായ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. അറിയാലോ, ഈ തളിപ്പറമ്പിൽ ഒരു വിദേശ മലയാളി ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച പണം വെച്ച് ഒരു കൺവെൻഷൻ സെന്റർ ആരംഭിച്ചപ്പോൾ അത് പാർട്ടിക്കുള്ളിലെ ചില ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി മാസങ്ങളോളം വൈദ്യുതി കണക്ഷൻ, അതായത് നമ്പർ കിട്ടിയാലല്ലേ വൈദ്യുതി കിട്ടുള്ളൂ, അത് പെർമനന്റ് വൈദ്യുതി കണക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി ഈ നമ്പർ കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു സ്ഥലമാണ് ഈ തളിപ്പറമ്പ്. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തളിപ്പറമ്പുകാരാണല്ലോ ഇവരൊക്കെ. അപ്പൊ അങ്ങനത്തെ കണ്ണൂർ ജില്ലയിൽ കാരണം സുപ്രീം കോടതിക്കൊക്കെ കണ്ണൂർ ജില്ലയെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മർഡർ കേസ് അപ്പീലുകൾ വരുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന അത്രയും ക്രിമിനൽ അപ്പീലുകൾ, മർഡർ കേസ് അപ്പീലുകൾ, എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള അപ്പീലുകൾ ഒന്നും കേരളത്തിൽ ഒരു ജില്ലയിൽ നിന്ന് വരുന്നില്ല സുപ്രീം കോടതിയിൽ. അപ്പൊ അവർക്ക് കണ്ണൂർ ജില്ലയെ പറ്റിയൊക്കെ അറിയേണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും CBI അന്വേഷണം നടക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം നീതി നടപ്പിലാക്കണമല്ലോ. ഈ ജസ്റ്റിസ് നടത്തിയാൽ പോരല്ലോ, ഡീം ടു ബി ഡൺ എന്നും കൂടി ഉണ്ടല്ലോ, നടന്നു എന്ന് ബോധ്യപ്പെടുകയും കൂടി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് നടക്കട്ടെ. ഇതിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. അതിന് ആ ദുരൂഹതകൾ മറനീക്കി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ പറ്റൂ.